എനിക്ക് ഈ വർക്കുകളെ കുറിച്ച് കുറച്ചധികം സംസാരിക്കാനുണ്ട്. ഇത് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന ഒരു അത്യന്താധുനിക മാധ്യമം, ഏറ്റവും പുതിയ ഒരു മീഡിയ ആയിട്ട് ആർട്ടിൽ പറയപ്പെടാവുന്ന ഒരു സാങ്കേതിക വിദ്യയായിട്ട് പറയാവുന്നു. ഐ തിങ്ക് ദെയർ ഫോർ ഐ ആം കൺഫ്യൂസ്ഡ് എന്ന് പറയുന്നതൊരു ഐ തിങ്ക് ദെയർ ഫോർ ഐ ആം എന്ന് പറയുന്ന ഒരു ദക്കാർത്തിയൻ ഇതിൻ്റെ ബഷീറിയൻ പണ്ണായിട്ട് മാറ്റുന്നതിൻ്റെ ഒരു ടൈറ്റിലാണത്. റാസിയുടെ വർക്കുകൾ ഏതാണ്ട് ഒരു 10ഓളം സീരീസിൽപ്പെട്ട 45ഓളം ഡിജിറ്റൽ കൊളാഷുകളുടെ ഡിസ്പ്ലേ ആണ്. അപ്പം ഇതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ഐഡൻറ്റിറ്റി ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള വർക്കുകളാണ്. ഇത് കാണുമ്പോൾ ഒരു 5ഓ 6ഓ ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പ് ഷോ പോലെ തോന്നാവുന്ന ഒരു ഷോയാണ്. ഐ കൺസിഡർ ദീസ് ആർ എസ് പെയിൻറ്റിങ്സ് ഈവൺ ഇഫ് ദേ ആർ ബീൻ പ്രിൻറ്റഡ് ആൻഡ് being used the most advanced technology in the process of making an image. റാസി പറയുന്നത് അദ്ദേഹം ഒരു പ്രത്യേക ശൈലിയിൽ ഒരേ തരത്തിലുള്ള ഒരു ഏകദാന സ്വഭാവം ക്രിയേറ്റ് ചെയ്യുന്ന വർക്കിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരുപാട് വ്യത്യസ്തമായ രീതികളിൽ വർക്ക് ചെയ്യുക, എത്ര വ്യത്യസ്തമായ രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇമേജസുകൾ അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാധ്യമത്തിൻ്റെ തന്നെ ഒരു ഏകദാനമായ ശൈലിയിൽ സ്റ്റക്കാവാതെ പലതരം പുതിയ മേഖലകൾ അന്വേഷിച്ച് പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് റാസി. ഈസ് ക്രിയേറ്റിംഗ് ഇമേജ് ഓഫ് ബ്യൂട്ടി ആസ് വെൽ ആസ് എൻ ഇമേജ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. എൻ ഇമേജ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ടു വാട്ട് എവർ ഇറ്റ് ഈസ്, ടു ദീസ് ലിവിങ് സറൗണ്ടിങ്സ്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സിനോറിയോ, കൾച്ചറൽ സിനോറിയോ, ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പെയിൻറ്റിങ്സ് മനുഷ്യൻ ഇമേജുകളോട് എങ്ങനെയാണ് സംവദിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മൊബൈൽ ഫോണിൻ്റെ ഇൻവെൻഷനോടുകൂടി സംഭവിച്ചിരിക്കുന്നത് ഇമേജുകൾ ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകൾസിൽ കാണുകയും അതിനെ സ്വൈപ്പ് ചെയ്ത് വിടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, അങ്ങനെ ഒരു ഹാബിറ്റ് നമുക്ക് ഫോം ചെയ്തിരിക്കുന്നുണ്ട്. ഇമേജസിൻ്റെ അബണ്ടൻസ് നമുക്കുണ്ട്. ഒരു ക്യാമറ കയ്യിലുള്ള ആർക്ക് വേണമെങ്കിലും ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്യുകയോ അത് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുകയോ അതോടുകൂടി അത് അവസാനിച്ചു പോകുന്ന ഒരു പ്രോസസ്സായിട്ട് മാറുന്നുള്ളൂ. പക്ഷെ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അത് വലിയൊരു വെബിൻ്റെ ഭാഗമായതുകൊണ്ട് അത് എവിടെയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് റാസി അടിസ്ഥാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് നോക്കാം, ദിസ് ഇമേജ് ഇതൊരു സ്റ്റേറ്റ്മെന്റൽ ആർട്ടായിട്ട് നമുക്ക് പറയാം. ഇതിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ ഇമേജ് കാണുമ്പോൾ വിയറ്റ്നാം വാർ നമുക്ക് ഓർമ്മ വരാം. ഒരുപക്ഷെ അമേരിക്കൻ അധിനിവേശത്തിലെ ഒരു മിലിറ്റന്റ് ആൻഡ് മെക്കാനിക്കലായിട്ടുള്ള ഒരു ആയുധം ഉപയോഗിച്ച് വരുന്ന ആധുനിക മനുഷ്യൻ കയ്യേറുന്ന ഒരു ഭൂമിയിലേക്ക്, ആ ഭൂമിയിലുണ്ടായിരുന്ന സ്വാഭാവിക മനുഷ്യർ, അവിടുത്തെ നേറ്റീവേഴ്സ് ആയിട്ടുള്ള ആളുകൾ സ്വതന്ത്രമായിട്ടുള്ള അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുന്നതും അവരുടെ ജസ്റ്ററിൽ തന്നെ അത് പ്രകടമാണ്. അവർ വളരെ കുനിഞ്ഞും ഒളിഞ്ഞും അമ്പെയ്യുന്നത് പോലെയും സോൾജേഴ്സ് കോൺഫിഡൻറ്റോടുകൂടി ആ ആയുധത്തെക്കുറിച്ചുള്ള കോൺഫിഡൻറ്റോടുകൂടി നിന്ന് അവരെ എതിരിടാനും കീഴടക്കാനും വരുന്നതായിട്ടുള്ള ഒരു ഇമേജ് അതിനകത്ത് കാണുന്നുണ്ട്. ഡിസ്റ്റിഫൈഡ് ഇമേജസ് ആർ വെരി ഡിഫറെൻറ്റ് ടു ദാറ്റ്. ഈ ഒരു ഇമേജ് ഈ കാലത്ത് കാണുമ്പോൾ പലരും പെട്ടെന്ന് പലസ്തീൻ വാർ എന്ന് തോന്നാം. മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ യുദ്ധങ്ങളും മനുഷ്യൻ ദുരിതപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും, ബോംബിങ്, ആർത്തനാദങ്ങൾ, കരച്ചില്, ഇതെല്ലാം ഇതിനൊക്കെ ഓരോ സ്വഭാവമാണുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്ന, ഭൂമിയിൽ അഭിമുഖീകരിച്ചിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്ന പ്രാകൃതവും
പൈശാചികമായിട്ടുള്ള ഒരു കണ്ടക്ടിങ് അതിൻ്റെ ഇമേജസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിനകത്ത് ഒരുപാട് സഫറിങ്ങോ ഡിസാസ്റ്റർ ആയിട്ടുള്ള ഇമേജസ് അല്ല കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു മുഖത്തിൽ തന്നെ ദൈന്യതയും അങ്കലാപ്പവും എല്ലാം പ്രകടമാക്കുന്ന ഒരു മുഖത്തിൻ്റെ പോർട്രേറ്റ് അതിലുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വാചകങ്ങളുണ്ട്. അത് ചില ഹോളി ടെക്സ്റ്റിൽ നിന്നുള്ള വാചകങ്ങളാണ്. ആ വാചകങ്ങളുടെ അർത്ഥവും അത് തന്നെ അതിൻ്റെ ഒരു ഐക്കണോഗ്രാഫി ആയിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്ന ചില കാലിഗ്രാഫിക് ഇമേജസും കൂടി ചേർന്ന് അതിനൊരു പ്രത്യേക അർത്ഥം ഉണ്ടാക്കപ്പെടുന്നുണ്ട്. എന്ത് മീഡിയം ഉപയോഗിച്ചും ഒരു തോട്ട് പ്രോസസ്സും ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു ആർട്ടിസ്റ്റിന് മാത്രമേ ഒരു മീഡിയം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളതിനൊരു ഉദാഹരണമാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് മീഡിയത്തെക്കാൾ പ്രധാനം അയാളുടെ തോട്ട് പ്രോസസ്സും അയാൾ എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ളതും അയാൾ എന്തൊക്കെ വായിച്ചു എന്നുള്ളതും എന്തൊക്കെ കണ്ടു എന്നുള്ളതും എത്ര ആളുകളോട് ഇടപെട്ടു എന്നുള്ളതും അത് എത്രമാത്രം വാല്യുബിൾ ആയിട്ടുള്ള ആളുകളാണെന്നുള്ളതൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ മീഡിയം എന്ന് പറയുന്നത് വളരെ അപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ് ആർട്ടിൽ. എന്തും ഒരു മീഡിയ ആവുന്ന ഒരു സാധ്യത ആർട്ടിനുണ്ട്. പക്ഷേ ഒരു ആർട്ടിസ്റ്റിക് പ്രോസസ്സ് അതിൻ്റെ പിന്നിൽ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് മീഡിയം കുറിച്ചും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇന്നത്തെ സമകാലീന ചിത്രകലയിൽ പുതിയൊരു ട്രെൻഡ് ഉരുവായപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കുക, പൂത്തിക്കുന്ന വസന്തത്തിൻ്റെ കാടുകൾ, മനോഹരമായ താഴ്വരകൾ, അരുവികൾ, ലാൻഡ്സ്കേപ്പ് പെയിന്റിംഗ് എന്നോ നേച്ചർ പെയിന്റിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന പെയിന്റിങ്സുകൾ. ഇത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ട്രഡീഷണൽ മാധ്യമങ്ങൾ എന്ന് പറയാവുന്ന ഓയിലോ അക്രിലിക്കോ വാട്ടർ കളറോ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ വളരെ അനന്തമായ സാധ്യതകൾ ഓഫർ ചെയ്യുന്നൊരു കാര്യമാണ് ടെക്നോളജി എന്ന് പറയുന്നത്. സോ ആ ടെക്നോളജി ഉപയോഗിക്കാവുന്നതാണ്. ആ മാധ്യമത്തിനും അതിൻ്റെതായ പരിചയവും കൈവഴക്കവും ആവശ്യമാണ്. ഈ കൈ കൊണ്ട് ചെയ്യുന്ന കല എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗം പല ആർട്ടിസ്റ്റുകളിൽ നിന്നും ഈ ഷോ ക്യൂറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കേൾക്കേണ്ടി വന്നു. ഇത് കൈകൊണ്ട് ചെയ്യുന്ന കലയാണോ, ഇതിന് മനുഷ്യൻ്റെ സ്കില്ലുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതും കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കൈയിൻ്റെ ഉപയോഗവും കൺട്രോളും കീബോർഡാണെങ്കിലും ശരി, പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നതാണെങ്കിലും ശരി, സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണെങ്കിലും ശരി, അതുമായിട്ട് പരിചയവും ബന്ധവും ഒരു ആത്മബന്ധവും ഉണ്ടാകാവുന്ന ഒരു സാധ്യത എല്ലാത്തിനും ഉണ്ട്. അതില്ലാത്ത ഒന്നും തന്നെ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. ഒരു കലാകാരന് കൈകാര്യം ചെയ്യാവുന്നതാണ് എന്ത് മെറ്റീരിയലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ചിത്രകലയിൽ സാധാരണ ചിത്രകല എന്ന് പറയുന്ന പെയിന്റിങ്, ഓയില്, അക്രിലിക് മുതലായ മാധ്യമങ്ങളിൽ കേരളത്തിലെ ചിത്രകാരന്മാർ വരയ്ക്കാവുന്നതായുള്ള സാധ്യതകളുള്ള ഒരു ഏരിയ ആണ് ഈ ചിത്രങ്ങൾ. പക്ഷേ ഇത്ര പെർഫെക്ഷൻ നമുക്ക് ഒരു മീഡിയത്തിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രയത്നം, അതിൻ്റെ പ്രാക്ടീസ്, അതിൻ്റെ പിന്നിലുള്ള അധ്വാനം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഈ സൈസിൽ ഒരു ഓയിൽ പെയിന്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതിന് ഒരു കാലദൈർഘ്യം, കാലാവസ്ഥയുടെ അനുകൂല്യം, ഇതൊക്കെ വേണ്ടി വരും. അതിന് മെനക്കെട്ട് ചെലവാക്കുന്ന സമയം ഒക്കെ ഉണ്ട്. സിമിലറായിട്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മുമ്പിലോ കീബോർഡിൻ്റെ മുമ്പിലോ അത്ര സമയം ചെലവാക്കേണ്ടി വന്നേക്കാം. പക്ഷേ ആ പ്രോസസ്സ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രാജി ഈ മീഡിയ ഉപയോഗിക്കുന്നതിൽ ലോകത്തിൽ തന്നെ ഒരു പൈനിയേഴ്സ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷോ ക്യൂറേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര പ്രൗഡ് ഉണ്ട്. ഐ ആം വെരി പ്രൗഡ് ഓഫ് ക്യൂറേറ്റിംഗ് ദിസ് ഷോ.